ഇന്നൊരു ഫുൾ വീട് ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രാവിലെ തന്നെ കുറച്ച് പ്ലാനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് നോക്കി നോക്കാം കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുക കേട്ടോ. ഇന്ന് നല്ലൊരു ക്ലൈമറ്റാണ്, അത്യാവശ്യം ഒരു വെയിലൊക്കെ ഉള്ള ക്ലൈമറ്റാണ്. സാധാരണ രാവിലെ നല്ല തണുപ്പായിരിക്കും. അങ്ങനത്തെ ദിവസങ്ങളിൽ ഞാൻ വൈകിട്ടാണ് കേട്ടോ ചെടി നനയ്ക്കാറുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ജസ്റ്റ് ചെടിയൊക്കെ ഒന്ന് നനച്ചു. പിന്നെ വന്നിട്ട് നല്ല സ്ട്രോങ് ഒരു കാപ്പി കുടിക്കാൻ കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചായയിലാണല്ലോ നമുക്ക് തുടങ്ങാം. പിന്നെ ഞാൻ രാത്രി തന്നെ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഓട്ടട ഉണ്ടാക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാന്. അതാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ എളുപ്പമുള്ള കടികളും ഫുഡൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിച്ചണിൽ ഒരുപാട് സമയം അങ്ങനെ ചിലവാക്കേണ്ടി വരില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓട്ടടേൻ്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറി ചിക്കൻ കറിയൊക്കെയാണ്. ചിക്കനും ബീഫും അങ്ങനത്തെ കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറികളാണ് നല്ലത്. അതാകുമ്പോൾ അത് മിക്സ് ചെയ്ത് കഴിക്കാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാനിന്ന് ചിക്കൻ കറി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടി നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഫുൾ എനർജിയിൽ ഇനി ക്ലീനിങ്ങിന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് മോളുടെ പാർക്കിലേക്കായിരുന്നു കേട്ടോ. എനിക്ക് അവിടെയായിരുന്നു ഫസ്റ്റ് ഒന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഒരുപാട് നാളായിട്ടൊന്ന് വാക്വം പിടിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഏരിയ കേട്ടോ ഇത്. അപ്പം മോൾക്ക് ഓൾറെഡി അലർജി പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ടോയ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പാർക്ക് എന്ന് പറയുന്നത് അവൾ പാർക്ക് എന്ന് പറയുന്നതുകൊണ്ട് അറിയാതെ പറഞ്ഞതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ചെറിയ പ്ലേ ഏരിയ ആണ്. നമ്മൾ സ്റ്റെയറിൻ്റെ താഴെ തന്നെ അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട്, രണ്ടുപേർക്കും കളിക്കാനൊക്കെ വേണ്ടിയിട്ടും ജസ്റ്റ് ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ടോയ്സുകളൊക്കെ ഇവിടെ നിന്ന് മാറ്റി ജസ്റ്റ് പൊടിയൊക്കെ തുടച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇങ്ങനത്തെ ചെറിയ ടോയ്സുകളൊക്കെ ഞാനൊരു കവറിലാക്കി വെക്കാറുണ്ട് കേട്ടോ. അവർക്കിങ്ങനെ സിബിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ അത് അവർ കളിച്ച് കഴിഞ്ഞാലും അതേപോലെ തന്നെ തിരിച്ച് അതിലേക്ക് പാക്ക് ചെയ്ത് വെക്കാനും പറയാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും കേട്ടോ നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഇവിടെ നിന്ന് ടോയ്സൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ജസ്റ്റ് അതിന് ശേഷം ഇവിടെ ഒന്ന് വാക്വം പിടിച്ചു, ഒന്ന് ക്ലീൻ ചെയ്തു, വീണ്ടും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഏരിയ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ അവരുടെ ഇതേപോലുള്ള ഹെയർ ബാൻഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലൊരു ബോക്സിലിട്ട് വെച്ചു. ഇനി നേരെ ബെഡ്റൂമിലേക്ക് പോയത് കേട്ടോ. ബെഡ്റൂം ജസ്റ്റ് ഒന്ന് ആദ്യം സെറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷമാണ് ഞാനിവിടെ ഒന്ന് വാക്വം പിടിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനെ വാക്വം പിടിക്കുമ്പോൾ നല്ല ക്ലീൻ ആവും കേട്ടോ. നമ്മൾ എല്ലാ ഡസ്റ്റും നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇടയ്ക്ക് എല്ലാ 2 ദിവസമൊക്കെ കൂടുമ്പോൾ ഒന്ന് വാക്വം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അലർജി ഉള്ള കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. നമുക്കും എല്ലാവർക്കും തന്നെ നല്ലതാണ്. എല്ലാ വീക്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പൊടികളൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു പണിയായിരിക്കും. ഒരുപാട് കഴുകാനും തുടയ്ക്കാനൊക്കെ ഉണ്ടാവും. ഇതിങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഹെവി ആയിട്ടുള്ള പൊടികളൊന്നുമില്ല. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ നമ്മളുടെ അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതും ഇടയ്ക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല പൊടി ഉണ്ടാവും, നമ്മൾ അത്ര ശ്രദ്ധിക്കില്ല, പക്ഷേ ഒരുപാട് പൊടി അതിലുണ്ടാവും. അപ്പം ഞാൻ ഇതേപോലെ ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കാണാനും കുറച്ചൊരു നല്ല ഭംഗി ഉണ്ടാവുമേ. ആ ലീഫൊക്കെ നന്നായിട്ടൊന്ന് ക്ലിയർ ആവും ആ സമയത്ത്. ഇതേപോലെ നമ്മൾ ടാപ്പിലൊക്കെ ഒരു വൈറ്റ് കളർ ഉണ്ടാവുമല്ലോ, വൈറ്റായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു അടയാളം ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് വിനെഗറും അതേപോലെ സോപ്പ് പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തുടച്ച് കഴിഞ്ഞാൽ ആ അടയാളം കംപ്ലീറ്റ് ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിരിക്കും. ഇനി ടി വി ഏരിയ ആണ് കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ഇവിടെ അതേപോലെ മോൾ ഒരുപാട് ടോയ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ട് ഒരു തുണി വെച്ച് ജസ്റ്റ് ഒന്ന് പൊടികളൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് മാറ്റി അതിന് ശേഷം ഒരു ലിക്വിഡ് വെച്ചിട്ടും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വീണ്ടും ഒക്കെ എല്ലാം തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കുകയാണ്.
ഇനി ഇതേപോലെയുള്ള ഡെക്കോറായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ. അതും ഞാൻ ഒന്നായിട്ട് തുടച്ചു കൊടുക്കുകയാണ്. ഗ്ലാസിൻ്റെ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ പതുക്കെ നല്ല ശ്രദ്ധിച്ചാണ് ചെയ്യാൻ. അപ്പോൾ പതുക്കെ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ജസ്റ്റ് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ലിവിങ്ങിൽ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ജനലും എല്ലാം തുടച്ചു. അതിനുശേഷം ഞാൻ ഒന്ന് വാക്വം പിടിച്ചു കൊടുക്കുകയാണ്. ഇനി വാക്വം പിടിച്ചതിന് ശേഷം തുടയ്ക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് ചെയ്യുന്ന ദിവസം ഞാൻ ഒരുമിച്ച് എല്ലാ ജോലിയും കൂടെ ചെയ്യില്ല കേട്ടോ. ഞാൻ കുറച്ചായിട്ടാണ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പണി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ടയേർഡാവുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇങ്ങനെ പയ്യാണ് ചെയ്യുക കേട്ടോ. ഒരു ഡേ കംപ്ലീറ്റ് ആ ജോലിയായിരിക്കും. അപ്പോൾ അതേപോലെ ഞാനിത് ഇവിടെ ഇങ്ങനെ ലൈറ്റിലുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടി കൊടുത്തു. അതിനുശേഷം വീണ്ടും ഈ ഏരിയയും കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നമ്മളറിയില്ല, നമ്മൾ വൈകുന്നേരം വരെ ഓരോ ജോലി ചെയ്യുമ്പം വെള്ളം കുടിക്കുന്നതൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നന്നായിട്ട് വെള്ളം കുടിക്കും. പിന്നെ അതാ കിച്ചണിൽ വന്നിട്ട് എനിക്ക് കിച്ചൺ ഒന്ന് ജസ്റ്റ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം അതൊന്ന് ഉണങ്ങിയ ശേഷമാണ് എല്ലാം എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ അതിനുശേഷം ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്തു. അതേപോലെ ഉച്ചയ്ക്ക് ഞാൻ ഒരുപാട് വലിയ മെനു ഒന്നും അല്ല കേട്ടോ. ഉച്ചയ്ക്കും ജസ്റ്റ് ഒരു ചിക്കൻ ഫ്രൈയും അതേപോലെ പരിപ്പും മുരിങ്ങയിലും കൂടെ ഉള്ള ഒരു കറിയും കൂടെ കേട്ടോ. അതും ഒരു എളുപ്പക്കറി തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യുന്ന ഒരു കറി ഉണ്ടാക്കിയതാണ്. അതേപോലെ നല്ല മുരിങ്ങയിലയും പരിപ്പൊക്കെ ഇട്ടിട്ടുള്ള കറി നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിഷ്ടമുള്ളൊരു കമൻറ്റ് ചെയ്യും കേട്ടോ. അതേപോലെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അങ്ങനെ കുറേ പണിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പോസിറ്റിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കുകയും കൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ഹാപ്പി ആവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പ് പിടിക്കും. അപ്പോൾ അതാ നമ്മൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി ക്ലീനിങ്ങിനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഒരു നിമയിലിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് ഇവിടെയൊക്കെ ജസ്റ്റ് തുടയ്ക്കാറുള്ളത്. ഇതൊരു ഹെർബലിൻ്റെ ആണ് കേട്ടോ. അത് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് എല്ലാം കിച്ചണിലെ എല്ലാ ഏരിയ ഒന്ന് തുടച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കിച്ചണിൽ ആ നല്ലൊരു സ്മെല്ലും എപ്പോഴും കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതുപോലെ കിച്ചൺ കബോർഡിലുള്ള എല്ലാ ഐറ്റംസും ഒന്നെടുത്ത് ജസ്റ്റ് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവും. വല്ലപ്പോഴും ഒന്ന് തുടച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതിനൊരു ഓയിലി പോലെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കിച്ചണിൽ ഏകദേശം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. ഞാൻ കബോർഡും കാര്യങ്ങളൊക്കെ തുടച്ചു, എല്ലാം നീറ്റാക്കി വെച്ചു. പിന്നെ ഇതേപോലെ ചെറിയ പ്ലാന്റൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നനച്ചു. ചിലതിലൊക്കെ ഒന്ന് വെള്ളം ഫില്ല് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ തുടയ്ക്കുകയാണ്. എല്ലാ ഏരിയയും ഇനി ജസ്റ്റ് വാക്വം പിടിച്ചു കഴിഞ്ഞുകൊണ്ട് തന്നെ ഇനി മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. തുടയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ലിക്വിഡ്, നല്ല സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അകത്തുള്ള എല്ലാ ജോലികളും കഴിഞ്ഞു. അവസാനമാണ് കേട്ടോ വാഷ്റൂമും ടോയ്ലറ്റും എല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുക. ആ സമയത്ത് ഫ്രഷ് ആവുന്ന സമയത്ത് എല്ലാ ഏരിയ ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെയും ഞാൻ ഇതേപോലെ നല്ല ചില സമയത്ത് സെബീനപ്പൊടിയില്ലേ, അതും ലിക്വിഡും മിക്സ് ചെയ്തിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫ്ലോർ നല്ല ക്ലീൻ ആവും കേട്ടോ. അത് വെച്ചിട്ട് തന്നെ ഇതേപോലെ എല്ലാ ഏരിയയും നന്നായിട്ടൊന്ന് കഴുകി കൊടുക്കും കേട്ടോ. അങ്ങനെ ബാത്റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇത് ഒരുപാട് തവണ വന്ന് നോക്കും കേട്ടോ. മൊത്തത്തിലൊന്ന് ഫുൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ ശേഷം എല്ലാ ഏരിയയും ജസ്റ്റ് ഒന്ന് പോയിട്ട് ഇങ്ങനെ നമ്മളൊന്ന് നോക്കി കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഇത്രയും നേരം നമ്മൾ ചെയ്തതും പിന്നെ വീട് ഭയങ്കര വൃത്തിയായിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ജസ്റ്റൊക്കെ എല്ലായിടത്തും ഒന്ന് പോയി നോക്കും. പിന്നെ മോള് വരുന്ന സമയമാകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു സ്നാക്സൊക്കെ ഉണ്ടാക്കി വെച്ച് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്തതിൻ്റെയും എല്ലാം ഒന്ന് ഓക്കെ ആയി കണ്ട് അതിൻ്റെയൊക്കെ. അപ്പം
ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീണ്ടും ചെയ്യാം. പിന്നെ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടോ നിങ്ങൾ പറയണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.